ഹയ്യാ, ഇന്ന് ഞാനൊരു യാത്രയിലാണ്. ഈ യാത്ര കുറച്ച് ഫ്ലാഷ് ബാക്ക് ആണ്. സെപ്റ്റംബർ 19, 2024 ഒരു യാത്ര കേട്ടോ. അപ്പോൾ നിങ്ങൾ ചോദിക്കും അന്നത്തെ യാത്ര എന്തിനാ ഇന്നിട്ടേന്ന്. എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസാം. അതെ, ഇതെൻ്റെ NHS ജോബ് ഇൻ്റർവ്യൂവിന് ഞാൻ പോകുന്ന വളരെ ടെൻഷനോട് കൂടിയുള്ളൊരു യാത്ര കേട്ടോ. പക്ഷേ സ്റ്റാർട്ടിങ് ടെൻഷനോട് കൂടിയാണെങ്കിലും എൻ്റെ ഇതൊരു അടിപൊളി ലണ്ടൻ ട്രിപ്പ് ആയിരുന്നു. അതിലേക്ക് ഞാൻ വരാം. പിന്നെ എന്താണ് ഇത് ഇത്ര ലേറ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഓൾറെഡി എനിക്ക് ഇന്റർവ്യൂ ഫസ്റ്റ് എനിക്ക് ഷെഡ്യൂൾ ചെയ്തിട്ട് അതൊന്ന് ക്യാൻസൽ ആയിരുന്നു. അന്നാൾ തന്നെ ഞാൻ ആകെ ഡിസപ്പോയിൻറ്റഡ് ആയി. പിന്നെ എനിക്ക് ഇന്റർവ്യൂ ഒന്നും ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ച് ആകെ ഡിപ്രഷനൊക്കെ അടിച്ചിരിക്കുന്ന സമയത്താണ് ഒരു 2 വീക്സ് കഴിഞ്ഞപ്പം ഇതേ സെയിം ഇന്റർവ്യൂവിന് അവർ എന്നെ വീണ്ടും വിളിച്ചത്. അപ്പോഴേ ഞാൻ വിചാരിച്ചു ഇനി ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് ജോബ് കിട്ടി ഒന്ന് സെറ്റിലായി ജോബിന് കയറിയതിന് ശേഷം മാത്രം ഇതെല്ലാവരോടും പറഞ്ഞാൽ മതിയെന്ന്. അങ്ങനെ ഒരുപാട് പ്രോസസ്സിംഗ് ഒക്കെ കഴിഞ്ഞ് 2025 ജനുവരി 3 ഞാൻ എൻ്റെ പുതിയ ജോബിന് കയറി ഗൈസ്. ഇന്റർവ്യൂ കഴിഞ്ഞ് ഇറങ്ങിയ എൻ്റെ ഉള്ളിലുണ്ടല്ലോ സെൽഫ് സാറ്റിസ്ഫാക്ഷൻ അറ്റ് ഇറ്റ്സ് പീക്ക് ലെവലിലായിരുന്നു. നല്ല രീതിയിൽ അപ്പിയർ ചെയ്തു എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയതാ വയറ് നിറച്ച് അടിപൊളി ഫുഡും കൂടെ കഴിച്ചപ്പോൾ ഞാൻ എക്സ്ട്രാ ഹാപ്പിയായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ വിട്ടത് ലണ്ടനിലേക്കാണ്. പിന്നെ എപ്പോഴത്തെ പോലെ അല്ലായിരുന്നു ഗൈസ്. ഫുഡ് കഴിച്ചതിൻ്റെ ക്ഷീണത്തിലാണോ എന്താണെന്ന് അറിയത്തില്ല, കുറച്ച് തള്ളവൈവ് പാട്ടുകളായിരുന്നു ഗൈസ് ഇട്ടിരുന്നത്. മെയിൻ ഹൈലൈറ്റ് ഞങ്ങളൊന്നും അല്ല ഗൈസ്, ഇപ്പം കാണിച്ചു തരാം. ഊണ് കഴിഞ്ഞാൽ കേമായ ഉറക്കം, അത് നിർബന്ധമാണ് എനിക്ക്. അല്ലെങ്കിൽ ഇമ്മാതിരി പാട്ടും വയറ് നിറച്ച് ഫുഡും ഒക്കെ കഴിച്ചിരിക്കുമ്പോൾ ആരും ഉറങ്ങാത്തത്. അങ്ങനെ ആശ നല്ല സുഖം ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റ് ഗൈസ്. അല്ല ഗൈസ്, എന്താണ് ചെയ്തോണ്ടിരിക്കുന്നത്? ഞാൻ ഉറങ്ങുകയാണ് ഗൈസ്. സത്യം പറഞ്ഞാൽ എൻ്റെ ബാക്ക് ബോണായിട്ട് കൂടെ നിന്ന് 3 പേരോട്ട് ഇവരിലായിരുന്നു. എനിക്ക് ശരിക്കും ഈ ഇന്റർവ്യൂ നന്നായിട്ട് അപ്പിയർ ചെയ്യാൻ പോലും പറ്റില്ലായിരുന്നു. UK അറിയാം, NHS ഒരു ജോബ് ഇന്റർവ്യൂവിന് വിളിക്കാന്ന് പറയുന്നത് ഭയങ്കര ഒരു ലക്കാണ്. ആ കിട്ടിയ ഇന്റർവ്യൂ എനിക്ക് ക്യാൻസലായി പോയപ്പോൾ ഒരുപാട് സങ്കടവും ഡിപ്രഷനൊക്കെ ആയിപ്പോയി. അത് കഴിഞ്ഞിട്ട് എന്നെ രണ്ടാമത് വിളിച്ച ഇന്റർവ്യൂ ആയതുകൊണ്ടായിരുന്നു എനിക്ക് ഇത്രയും സ്ട്രെസ്. പക്ഷേ ഉണ്ടല്ലോ, നമ്മുടെ കൂടെ കട്ടയ്ക്ക് സപ്പോർട്ടായിട്ട് നമ്മുടെ കൂടെ ആളുകളുണ്ടെങ്കിലോ എല്ലാം നമുക്ക് സെറ്റ് ആവുന്നേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കുറച്ച് ലണ്ടൻ വിശേഷങ്ങളായിട്ട് വരാം. ബൈ ബൈ.